എൻ്റെ പേര് ഫാദർ ജോർജ് കറുകമാലിൽ. ഞാൻ താമരശ്ശേരിയിൽ രൂപതയിൽപ്പെട്ട ഒരു വൈദികനാണ്. മഞ്ഞുവയൽ എന്ന് പേരുള്ള ഒരിടവകയിലാണ് ഇപ്പോൾ സേവനം ചെയ്യുന്നത്. ആ ഇടവകയിലാണ് ഈ ആഴ്ചയിൽ പോപ്പുലർ മിഷൻ ധ്യാനം നടത്തപ്പെട്ടത്. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് ശേഷം അതിനു മുമ്പ് ഒരു പോപ്പുലർ മിഷൻ ധ്യാനം ഇവിടെ നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വെക്കുന്ന പുത്തൻ തലമുറയ്ക്ക് സ്വീകാര്യമായ വിധത്തിൽ നടത്തപ്പെടുന്ന ഒരു പോപ്പുലർ മിഷൻ ധ്യാനമാണ് ഈ ദിവസങ്ങളിൽ നടന്നത്. എന്തുകൊണ്ടും വിശ്വാസപരമായ ജീവിതത്തിൽ ഒരു പ്രത്യേക ഉണർവ് ലഭിക്കുന്ന തരത്തിൽ ഈ ധ്യാനം ഈ ഇടവകയിൽ ഒത്തിരി ചലനം സൃഷ്ടിക്കുകയുണ്ടായി. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയണിയായി യേശുവിന്റെ പിന്നാലെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം. എന്തെന്നാൽ തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. വളരെ സന്തോഷകരമായ മനോഹരമായൊരു ദിവസം നമ്മുടെ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ ദൈവം നമുക്ക് ഒരുക്കി തന്നു. ഇത് അപൂർവമായ ഒരു നിധി പോലെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. നമ്മുടെ പ്രിയങ്കരിയായ അമ്മയുടെ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ, അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനവും രണ്ടും ഒരുമിച്ചുള്ള ഈ ഓഗസ്റ്റ് 15 നമുക്ക് ഇടവകാംഗങ്ങൾ സാധിക്കുന്ന എല്ലാവരും 90% അംഗങ്ങളും മുതിർന്നവർ മുതൽ കൊച്ചുകുട്ടികൾ വരെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുവാനും ആരാധിക്കുവാനും സാധിക്കുന്നു. അതിന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നൽകിയ ഞായറാഴ്ച ആരംഭിച്ച ഈ വലിയ മഹാമഹം, അതിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് വലിയ കൃതജ്ഞതയോടുകൂടി ആയിരിക്കാം. വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ ചൈതന്യമായിരുന്നു. വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ ഫ്രാൻസിലെ പാരീസിൽ നഗരപ്രാന്തങ്ങളിൽ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെ എല്ലാവരെയും പാവപ്പെട്ടവരെ ദർശിച്ചപ്പോൾ അവർക്ക് സുവിശേഷം എത്തിയിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ അവരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് സുവിശേഷം പ്രസംഗിച്ച് അത് വളരെയധികം ആകർഷണീയമായി. അതുകൊണ്ട് പോപ്പുലർ മിഷനായി എല്ലാവരുടെ ഇടയിൽ വളരെ പ്രകീർത്തിക്കപ്പെടുന്ന പോപ്പുലറായ വലിയൊരു ധ്യാനം വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ ക്രമീകരിച്ചു. ആ മാതൃക നൂറ്റാണ്ടുകൾ പിന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട വിൻസെൻഷ്യൻ സഹോദരന്മാർ, ഇവർ കേരളത്തിൽ ആ വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ അതേ ചൈതന്യത്തോടു കൂടി ആരംഭിച്ച സന്യാസ സമൂഹം, പോപ്പുലർ മിഷൻ ധ്യാനം സന്യാസ സമൂഹത്തിൻ്റെ ആരംഭം മുതൽ നമ്മുടെ ഇടവകകളിൽ കൂടെ എല്ലാം നമുക്ക് നൽകുന്നുണ്ട്, നമുക്കായിട്ട് ലഭിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് വിൻസെൻഷ്യൻ സഹോദരങ്ങളോടുള്ള വലിയ കൃതജ്ഞത നമുക്ക് രേഖപ്പെടുത്താം, നമ്മുടെ മനസ്സിലുണ്ടായിരിക്കാം. ഈ ധ്യാനം സമാപിക്കുന്നതിന് മുൻപ് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ പ്രിയപ്പെട്ട വൈദികർക്കും ഈ സന്യാസ സമൂഹത്തിനു വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രൂപതയുടെ റൂബി ജൂബിലിയാണ്. രൂപത ആരംഭിച്ചിട്ട് 40 വർഷങ്ങൾ 2026 ഏപ്രിൽ 27-ന് പൂർത്തിയാകും. അപ്പോൾ ഈ 40 വർഷങ്ങൾ നമുക്ക് ഉണർവിനുള്ളതും കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നല്ല അവസരമാണ്. 3 വർഷങ്ങൾക്ക് മുൻപ് വൈദികരുടെ ഒരുമിച്ച് ചേർന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കുകയും 30 പ്രോഗ്രാമുകൾ ക്രമീകരിക്കുകയും ചെയ്തു. ഈ വർഷം 30ഓളം പ്രോഗ്രാമുകളാണ് നമ്മുടെ രൂപതയിൽ 3 വർഷം കൊണ്ട് നാം ചെയ്തു തീർക്കേണ്ടത്.
അതിൽ ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് ലഭിക്കണം നമുക്ക്. അതാണ് ഏറ്റവും ആവശ്യം. ദൈവത്തെ ആരാധിക്കുന്നതിന് നമുക്ക് സാധിക്കണം. അതിന് നമുക്ക് സഹായകമായിട്ട് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും, അതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞു അത് പോപ്പുലർ മിഷനാണ് ഏറ്റവും നല്ലത്. പ്രിയപ്പെട്ട ജോജോച്ചൻ്റെ ടീമിൽ അവർ വളരെ സ്നേഹത്തോടുകൂടി കരുതലോടുകൂടി അത് സ്വീകരിക്കുകയും 40ഓളം ഇടവകളിൽ 2 വർഷം കൊണ്ട് 40 ഇടവകളാണ് കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് 40ഓളം ഇടവകൾ അവർ പൂർത്തിയാക്കും 2 വർഷങ്ങൾക്കുള്ളിൽ. നമുക്ക് ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയാം. ഇത് പ്രത്യാശയുടെ ഒരു വർഷമാണ്. പ്രത്യാശയുടെ ഈ ഒരു വർഷം മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഒരു ജൂബിലി വർഷം പ്രത്യാശയുടേതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രത്യാശ നൽകുന്നവൻ്റെ നാട്ടിലേക്ക് യാത്രയായി. നമുക്ക് മാർപ്പാപ്പയെ സന്തോഷത്തോടു കൂടി ഓർക്കാം. അവിടെ പ്രത്യേകമായി നമുക്ക് പ്രത്യാശയുള്ളവരായിരിക്കണം. ഏത് പ്രതിസന്ധികളിലും നമ്മുടെ പ്രത്യാശ കൈവിടാൻ പാടില്ല എന്നൊരു സന്ദേശമാണ് ഈ പ്രത്യാശയുടെ വർഷത്തിൽ നൽകുക. അതിന് മാർപ്പാപ്പ തിരഞ്ഞെടുത്ത വചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാമത്തെ തിരുവചനമാണ്. സ്പേസ് നോൺ കോൺഫുണ്ടീത്, ഹോപ്പ് ഡസ് നോട്ട് ഡിസപ്പോയിൻ്റ് us. അപ്പം നമുക്ക് പ്രത്യാശ ഒരിക്കലും നമ്മെ നിരാശരാക്കുന്നില്ല. റോമ 5:5 പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എല്ലാവരും കൂടെ ഉറക്കെ പറയാവോ? പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, 3 പ്രധാനപ്പെട്ടത് തന്നെ, 3 ദൈവിക പുണ്യങ്ങൾ. അതിൽ ഈ വർഷം, ഈ ജൂബിലി വർഷത്തിൽ നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കണം. പ്രത്യാശയുടെ അടിത്തറ ദൈവസ്നേഹമാണെന്ന് അപ്പസ്തോലൻ ഈ ഭാഗത്ത് ചേർത്ത് വെച്ച് പറയുക. ദൈവസ്നേഹമുണ്ടോ നമുക്ക് പ്രത്യാശയുണ്ടായിരിക്കും. അതുകൊണ്ട് പ്രത്യാശയുള്ളവരായിരിക്കണമെന്ന് നമ്മെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുക. നമുക്ക് പ്രത്യാശയുള്ളതായിരിക്കും. നമുക്ക് ഏതെല്ലാം മേഖലകളിലാണ് പ്രതിസന്ധികളുണ്ട് നമ്മളെപ്പോഴും ജീവിതത്തിൽ കണ്ടെത്തും. കടലിലെ തിരമാലകൾ പോലെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പക്ഷെ അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്ന് ആശ്രയിച്ചാണ് നമുക്ക് പ്രത്യാശ നമ്മിൽ ഉണ്ടാകുന്നത്. അത് നമുക്കെപ്പോഴും പ്രത്യാശയുള്ള ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് പൂർണ്ണമായിട്ട് സാധിക്കണം. അപ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മെ സഹായിക്കും എന്ന ചിന്ത, അതാണ് ഈ ഒരു പ്രത്യാശയുടെ വലിയ സന്ദേശം നമുക്ക് നൽകുന്നത്. മക്കബയരുടെ പുസ്തകം 2-ാമത്തെ പുസ്തകം 8-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ മക്കബയരുടെ മൂത്ത സഹോദരൻ യൂദാസ് മക്കബേസ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൈന്യങ്ങളെല്ലാം ദൂരോട്ട് പോകുന്നുവെന്ന് കണ്ടപ്പോൾ അവരെല്ലാം ചേർത്ത് നിർത്തിയിട്ട് അവരോട് പറഞ്ഞു, അവരായുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ അങ്കുലീചലനത്താൽ തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനിലാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 മക്കബയർ 8-ാം അധ്യായം 18-ാം തിരുവചനം മറന്നുപോകാതെ നമുക്ക് സൂക്ഷിക്കണം ഹൃദയത്തിൽ. നമുക്ക് എല്ലാവരും കൂടെ ഉറക്കെ പറയാം. 2 മക്കബയർ 8:18. അവർ ആയുധങ്ങളിലും സാഹസിക കൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ അങ്കുലീചലനത്താൽ തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനിലാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ സർവശക്തനിലാണ്. ഈ അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കും. എന്നാൽ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെയും ലോകം മുഴുവനെയും തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനിലാണ് നമ്മുടെ പ്രത്യാശ. അങ്കുലീ ചലനത്താൽ വിരളൊന്ന് അലയ്ക്കാൻ മതി. ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണ്? ഈജിപ്തിലെ ചക്രവർത്തിയാണ് ടോളമി. അപ്പോൾ ടോളമി വളരെ ശക്തനായ ചക്രവർത്തിയാണ്. ആ കാലഘട്ടത്തിൽ ഈ ഈശോ വരുന്നതിന് ഒരു 150 വർഷങ്ങൾക്ക് മുൻപാണ് ഇസ്രായേലിൻ്റെ ജെറൂസലമിലുള്ള ദേവാലയം എല്ലാം തകർന്നടിഞ്ഞിരുന്നു. ഇസ്രായേൽക്കാരും ചിതറിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ മക്കബയർ കുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ അവരുടെ സൈന്യത്തിൽ അവരെല്ലാവരും ഒരുമിച്ച് ചേർത്ത് വീണ്ടും അവർ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. അപ്പോൾ ഫിലിപ്പ് രാജകുമാരൻ, ഒരു ടോളമിയുടെ സുഹൃത്ത് ഫിലിപ്പ് രാജകുമാരൻ ഇസ്രായേൽ ശക്തി പ്രാപിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഭയമായി. കാരണം ഇസ്രായേൽക്കാർ ശക്തി പ്രാപിച്ചാൽ ആരെയും തകർത്ത് കളയും എന്ന് അവർക്കറിയാം. കാരണം ഈജിപ്തിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നിട്ട് കാനാൻ ദേശത്തേക്ക് പ്രവേശിച്ചിട്ട് എല്ലാ രാജാക്കന്മാരെയും
തീർത്തുകൊണ്ടാണ് ആ തേനും പാലും ഒഴുകുന്ന ദേശം അവർ കൈവശമാക്കിയത്. അതുകൊണ്ട് അവർ വെട്ടുകിളികളെ പോലെയാണ്, വന്നാൽ അവർ തീർത്തിട്ടേ മടങ്ങുകയുള്ളൂ. അതുകൊണ്ട് അവർ വളരാൻ അനുവദിക്കരുത്, മുളയിലേ നുള്ളണം. അതായിരുന്നു ഫിലിപ്പ് രാജകുമാരൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഫിലിപ്പ് രാജകുമാരനാണ് ചക്രവർത്തിയോട് പറഞ്ഞത്. ചക്രവർത്തിയുടെ സൈന്യാധിപൻ നിക്കനോർ, സൈന്യാധിപൻ അത്ര നിസ്സാരക്കാരനൊന്നും ആയിരുന്നില്ല. നിക്കനോർ എന്ന് പേര് കേട്ടാൽ ഞെട്ടിവിറയ്ക്കും. കാരണം നിക്കനോർ കടന്നു വന്നാൽ അവിടെ അഗ്നിക്കിരയാകും, എല്ലാം തീർത്തിട്ടേ തിരികെ പോവുകയുള്ളൂ. അപ്പോൾ നിക്കനോറിനോട് ടോളമി പറഞ്ഞു, ഇങ്ങനെ ഇസ്രായേലിനെ തീർത്ത് കളയാൻ പറഞ്ഞു. അപ്പോൾ ടോളമിയുടെ വാക്ക് കേട്ട് ഈ ക്രൂരനായ സൈന്യാധിപൻ നിക്കനോർ ഒരു വിളംബരം തന്നെ പുറപ്പെടുവിക്കുകയാണ്. ഇതാണ് വിളംബരം. അടുത്ത മാസം ഒരു തീയതി പറഞ്ഞ്, അടുത്ത മാസം ഇന്ന സ്ഥലങ്ങളിൽ 1 താലന്തിന് 90 യഹൂദരെ വെച്ച് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. 1 താലന്ത് കൊണ്ടുവന്നാൽ 90 ഇസ്രായേൽക്കാരെ കിട്ടും, യഹൂദരെ കിട്ടും അടിമകളായിട്ട്. എന്തൊരു വലിയൊരു വിളംബരമാണ് ഇത്. കേൾക്കുന്ന ആരെങ്കിലും അവിടെ പിന്നെ നിൽക്കുമോ? നിക്കനോറാണ് വിളംബരം ചെയ്യുന്നത്. വന്നാൽ അവരുടെ പണി തീരുക തന്നെ ചെയ്യും. എല്ലാവരെയും കൊണ്ടുപോകും, അവരടിമകളാക്കും, വിൽക്കും. 1 താലന്തിന് 90 യഹൂദരെയാണ് വിൽക്കാൻ പോകുന്നത്. അത് വാങ്ങാൻ ധാരാളം ആളുകൾ വരും. കാരണം അവർക്കൊരു 2000 താലന്ത് റോമിന് കൊടുക്കുവാനുണ്ട്, ചക്രവർത്തിക്ക് കൊടുക്കുവാനുണ്ട്. അതുകൊണ്ട് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തേണ്ടി വന്നത്. ഇത് കേട്ട യഹൂദരെല്ലാം തന്നെ ഓടി ഒളിച്ചു. അവർ വിവിധ ഭാഗങ്ങളിലേക്ക് ഓടി ഒളിച്ചു. നിക്കനോറിൻ്റെ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ, കാരണം വന്നാൽ അഗ്നിക്കിരയാകും, അവരെല്ലാം കൊല്ലപ്പെടും. മക്കബയരുടെ യൂദാസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും അവരും പ്രത്യേകമായിട്ട് കൂടെ ഉണ്ടായിരുന്ന സൈന്യം വളരെ ശക്തന്മാരാണ്. പക്ഷേ ജീവനിൽ കൊതിയുണ്ടല്ലോ. ആ കൂടെ ഞാനും ഒരു സൈന്യത്തിലുള്ള ആളാണ്, ഞാനും ഓടുമെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഇവിടെ ഒരു പ്രഖ്യാപനം അതുപോലെ നടത്തിയാൽ നമ്മളെല്ലാം ഓടിപ്പോവുകയല്ലേ ചെയ്യുന്നത്. നമുക്ക് ജീവനിൽ കൊതിയുണ്ടല്ലോ. അതുകൊണ്ട് ജീവനിൽ കൊതിയുള്ളവരെല്ലാം ഓടി ഒളിക്കുക എന്നതുപോലെ അവരെല്ലാം ഓടി ഒളിച്ചു. അപ്പോൾ അവരെല്ലാം ഓടി ഒളിച്ചപ്പോൾ അവരെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അവരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരോട് പറഞ്ഞു, നിക്കനോറല്ല ആരും വരട്ടെ, അവരായുധങ്ങളിലും സാഹസകൃത്യങ്ങളിലുമാണ് ആശ്രയിക്കുന്നത്, അവരായുധം കൊണ്ടാണ് വരുന്നത്. എന്നാൽ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെയും അങ്കുലീ ചലനത്താൽ തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനിലാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞു. യുദ്ധം നിക്കനോർ കടന്നു വന്നു. നിക്കനോർ അമ്പേ പരാജയപ്പെട്ടു എന്ന് മക്കബയരുടെ 2-ാം പുസ്തകം 8-ാം അധ്യായം തുടർന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. ആരാധന ആരാധന ആത്മാവിൽ ആരാധന ആരാധന. നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവികാരുണ്യേശ്വരയെ ആരാധിച്ച് എല്ലാവരും കരങ്ങളടിച്ച് താളത്തോട് ചേർന്ന് ദിവികാരുണ്യേശ്വരയെ ആരാധിച്ച് ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ആരാധനായവനെ, സ്തുതിക്കർഹനായവനെ ആരാധിക്കുന്നു, ഈശോയെ മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു ദൈവമേ. ആരാധന 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 ആത്മാവിൽ ആരാധന ആരാധന ചേർന്ന് പാടി ആരാധന ആരാധന ആത്മാവിൽ ആരാധന ആരാധന കരങ്ങൾ ഉയർത്തി കരമടിച്ച് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ തിരുവൽത്താരയിൽ എഴുന്നള്ളിയിരുന്ന് ഈ ഒരാഴ്ചക്കാലം നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. സഹായകനായ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് അയക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് പരിശുദ്ധാത്മാവിനെ പകർന്നു നൽകിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പി ഏറ്റവും ഭക്തിയോടെ ഈശോയിൽ പ്രിയമുള്ളവരെ ഈ തിരുവൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന പൊന്നു തമ്പുരാനെ നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല വാഗ്ദാനം പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങളെ ഓർമ്മപ്പെടുത്തും. എന്ത് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും, എന്ത് പറയണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈ ഒരാഴ്ചക്കാലം കർത്താവെ ഒത്തിരി ത്യാഗത്തോടെ ഞായറാഴ്ച മുതൽ ആരംഭിച്ച ധ്യാനത്തിൽ രാവിലെയും വൈകുന്നേരവും ഒത്തിരി ത്യാഗമെടുത്ത് ഞങ്ങൾ കടന്നു വന്നു. ജീവിതത്തിന്റെ പല കാര്യങ്ങളും മാറ്റിവെച്ചു. ദൈവമേ, ഈ ഒരാഴ്ചക്കാലം ത്യാഗപൂർണമായ ഞങ്ങളുടെ സമർപ്പണത്തിന് നീ നൽകിയ വലിയ കൃപകളുണ്ടല്ലോ. നല്ല കുമ്പസാരത്തിലൂടെ, കുടുംബ ബന്ധങ്ങൾ വിശദീകരിച്ചതിലൂടെ, ഇടവക കൂട്ടായ്മ നവീകരിച്ചതിലൂടെ ദൈവമേ, പൊന്നുതമ്പുരാനെ, നീ ഞങ്ങൾക്ക് കനിഞ്ഞു നൽകിയ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുമ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച ഈ ആത്മീയ കൃപയിൽ നിലനിൽക്കുവാൻ, വളർച്ച പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ജീവിത പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവിന്റെ ആത്മാവ് എന്റെ കൂടെയുണ്ട്. ലൂക്ക 4:18 വചനത്തിന്റെ അഭിഷേകം ഞങ്ങളിൽ എപ്പോഴും ഉണ്ടാകട്ടെ. ബലഹീനതയിൽ ഞങ്ങൾ തളർന്നു പോകുമ്പോൾ റോമ 8:26 നിന്റെ ബലഹീനതയിൽ ആത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. പരിശുദ്ധാത്മാവേ, ജീവിതത്തിന്റെ ബലഹീനതകളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അപ്പോസ്തല പ്രവർത്തനം 1:8 പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യോഹന്നാൻ 14:26 എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഗലാത്യ ലേഖനം 5:22 പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ. ഇതാ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെടുന്ന ഒരു ജീവിതം. റോമലേഖനം 8:15 നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക്, തിന്മയിലേക്ക്, അടിമത്തത്തിലേക്ക് നയിക്കുന്ന ആത്മാവല്ല, മറിച്ച് പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾക്ക് ഞാൻ നൽകുന്നത്. സ്വയേ ഈ ഒരാഴ്ചക്കാലത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച ആത്മീയ കൃപയുടെ നിറവിൽ നിൽക്കുവാൻ, ഞങ്ങളുടെ വരും ജീവിതത്തെ പ്രത്യാശപൂരിതമാക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. കരങ്ങൾ യാചന രൂപത്തിൽ നീട്ടിപ്പിടിച്ച് ജ്ഞാനസ്നാനവേളയിൽ യോർദാൻ നദിയിൽ വെച്ച് സ്വർഗം തുറന്ന് പ്രാവിന്റെ രൂപത്തിൽ പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവേ, വെൺപ്രാവ് എന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പറന്നിറങ്ങണമേ. ആഗ്രഹത്തോടെ ഈരടികളൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് വെൺപ്രാവ് എന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് നീ പറന്നിറങ്ങണമേ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. പാടി പ്രാർത്ഥിച്ച് വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ വെള്ളിച്ചിറകുകളാലേ
പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച്, ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഈ ഒരാഴ്ച കാലത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകിയ പ്രചോദനങ്ങളുണ്ട്, ഒത്തിരി നല്ല തീരുമാനങ്ങളുണ്ട്. എല്ലാ ദിവസവും കുടുംബത്തിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കും, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കും. എന്റെ ജീവിതത്തിൽ അല്പം കൂടെ ഒരു സ്നേഹത്തോടെ, ഒരു കരുതലോടെ, ഒരു വാത്സല്യത്തോടെ ഞാൻ പെരുമാറും. എന്റെ സംസാരത്തെ ഞാനൊന്ന് നിയന്ത്രിക്കാൻ പരിശ്രമിക്കും. പരിശുദ്ധാത്മാവേ, ബലഹീനരാ ഞങ്ങള്, വീഴ്ചകളുണ്ട്, കുറവുകളുണ്ട്, പക്ഷേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. പാടി പ്രാർത്ഥിച്ചേ. വെൺപ്രാവെന്നതുപോ വെള്ളി ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. എല്ലാവരും പാടിക്കേ. വെൺപ്രാവെന്നതുപോ വെള്ളി ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. നീട്ടിപ്പിടിച്ച കരങ്ങൾ അല്പം കൂടി ഒന്ന് ഉയർത്തിപ്പിടിക്കുന്നു. പന്തക്കുസ്താ ദിവസം ഇതാ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്ലീഹന്മാര് ഇതാ ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയം പരിശുദ്ധാത്മാവ് പറന്നിറങ്ങി അഗ്നിനാവുകളുടെ രൂപത്തിൽ ഇതാ ഈ സ്വർഗാരോപണ തിരുനാൾ ദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് ഇതാ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു 2 പേര്, ഒരു 4 പേര് കേൾക്കുന്ന ശബ്ദത്തില് പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ മഹത്വം, ഹല്ലേലൂയ. പിതാവായ ദൈവമേ നന്ദി, പുത്രനായ ഈശോയെ നന്ദി, ഹല്ലേലൂയ. ആവർത്തിച്ച് പറഞ്ഞ് സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. പന്തക്കുസ്താ ദിനം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഒന്നിച്ച് പ്രാർത്ഥിച്ച സ്ലീഹന്മാരുടെ മേല് പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവേ ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും മേല് എല്ലാവരും പ്രാർത്ഥിച്ച് കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ ശക്തിപ്പെടുത്തണമേ. സ്വരമുയരട്ടെ. ഒരു 4 പേര് കേൾക്കുന്ന ശബ്ദത്തില് യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ഹല്ലേലൂയ. 6 പേര്, 8 പേര് കേൾക്കുന്ന ശബ്ദത്തില് കരങ്ങൾ ഉയർത്തി അതരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, ശക്തിപ്പെടുത്തണമേ. ചേർന്ന് പാടിക്കേ. വെൺപ്രാവെന്നതുപോൽ, വെൺപ്രാവെന്നതുപോൽ വെള്ളി ചിറകുകളാലേ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. എല്ലാവരും പാടിക്കേ. വെൺപ്രാവെന്നതുപോൽ വെള്ളി ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. ഇരുകരങ്ങളും ശിരസ്സോട് ചേർത്തൊന്ന് കമിഴ്ത്തി വെച്ച്, ഇരുകരങ്ങൾ ശിരസ്സോട് ചേർത്ത് കമിഴ്ത്തി വെച്ച്, മക്കളെല്ലാവരും കരങ്ങൾ ശിരസ്സോട് ചേർത്ത് കമിഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് ഇതാ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാ. പരിശുദ്ധാത്മാവേ എന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ജ്ഞാനം പകരണമേ, അറിവ് നൽകണമേ, വിവേകം നൽകണമേ. എന്നിലുള്ള എല്ലാ വിശ്വാസത്തിനെതിരായിട്ടുള്ള ചിന്തകളെ എടുത്തു മാറ്റണമേ. കുടുംബ പ്രാർത്ഥനയിൽ നിന്നും മാറി നിൽക്കുന്ന, കുദാശകളിൽ നിന്നും അകന്നു നിൽക്കുന്ന, കുമ്പസാരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന എല്ലാ തിന്മയുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള എല്ലാ പ്രലോഭനങ്ങളെ, ചിന്തയുടെ തലത്തിലുള്ള എല്ലാ കുറവുകളെയും പരിശുദ്ധാത്മാവെ നീ ഏറ്റെടുക്കണമേ. നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ, ജീവിതത്തിൽ വ്യക്തമായ കൃത്യമായ തീരുമാനങ്ങൾ കൃത്യസമയത്തെടുക്കുവാൻ, മാറ്റേണ്ടത് മാറ്റുവാനും സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുവാനും, കൊള്ളേണ്ടത് കൊള്ളുവാനും തള്ളേണ്ടത് തള്ളുവാനും പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ, എന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. എല്ലാവരും പരിശുദ്ധാത്മാവേ എന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ചിന്തകളെ വിശുദ്ധീകരിക്കണമേ. പാടി പ്രാർത്ഥിച്ചേ. വെൺപ്രാവെന്നതുപോൽ, വെൺപ്രാവെന്നതുപോൽ വെള്ളി ചിറകുകളാലേ ശക്തിപ്പെടുത്തണമേ, പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. എല്ലാവരും ഒന്ന് പാടിക്കേ. വെൺപ്രാവെന്നതുപോൽ വെള്ളി
ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാവരും പാടിക്കുക, കരങ്ങൾ കുപ്പി ശിരസ് നമിച്ച്. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഒരിക്കൽ കൂടി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് ബിനോയ്. ഞാൻ ഈ താമരശ്ശേരി രൂപതയിൽപ്പെട്ട സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ ഒരു ട്രസ്റ്റിയാണ്. എൻ്റെ കൂടെയുള്ളത് ഇത് ബേബിച്ചേട്ടൻ കൈത്തങ്കര, ഇത് ഷിൻഡോ കുന്നപ്പള്ളി, രണ്ടുപേരും കൈക്കാരന്മാരാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ നടന്ന ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ജനറൽ കൺവീനറാണ് ഞാൻ. രണ്ടുപേരും കൺവീനർമാരാണ്. ഞങ്ങളുടെ ഈ താമരശ്ശേരി രൂപതയുടെ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് ഞങ്ങൾക്ക് താമരശ്ശേരി രൂപതയുടെ ആത്മീയ പിതാവായ റെമിജിയോസ് പിതാവ് വളരെ നല്ലൊരു കാര്യമാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഇടവകയുടെ ഉന്നമനത്തിനും ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഉന്നമനത്തിനും ഈ ധ്യാനം ഏറെ ഉപകരിച്ചു. ഈ ഇടവകയിൽ മുതിർന്നവർ മുതൽ കുട്ടികൾ വരെ എല്ലാവരും ഒരേപോലെ ഏക മനസ്സായി ഒരേ മേൽക്കൂരയുടെ കീഴിലിരുന്നു കൊണ്ട് ദൈവവചനം ശ്രവിക്കുവാനും ദൈവത്തെ കൂടുതൽ ആഴമായിട്ട് അറിയുവാനും എന്താണ് വിശ്വാസം എന്നുള്ളത് ഞങ്ങൾക്ക് കൂടുതലായിട്ട് അറിയുവാനും ഞങ്ങൾക്ക് ഈ ധ്യാനങ്ങൾ കൊണ്ട് സാധിച്ചു. നല്ലൊരു കാലാവസ്ഥ ദൈവം അനുഗ്രഹിച്ചു തന്നു. ഈ ജൂബിലി വർഷത്തിൽ നമുക്ക് ഞങ്ങളുടെ ഇടവകയോട് പിതാവ് കാണിച്ച കാരണത്തിന് പിതാവിനോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ആത്മീയമായ നേതൃത്വം 5 ദിവസങ്ങളിലായി തന്ന വൈദികർ, ഗാന ശുശ്രൂഷകൾ കൊണ്ട് എടുത്ത് ഡേവിസ് ചേട്ടൻ നേതൃത്വം നൽകിയ ഞങ്ങളുടെ ജോജോ അച്ഛന് മറ്റെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ ഇടവകയിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസ മാന്യത ഈ ഒരു ധ്യാനത്തോടു കൂടി ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഉണർവ് ലഭിച്ചു. വീണ്ടും ഞങ്ങൾ ഈ ധ്യാനത്തിലോടുകൂടി പുതിയൊരു നവജനമായി ഞങ്ങൾ മാറും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു.